ശരി. ഓ, വലിയ ധൈര്യം അഭിനയിച്ച് ഒറ്റയ്ക്ക് കേറണ്ടില്ലായിരുന്നു. പേടിയാവുന്നു. ഞാനല്ലാതെ വേറെ ആരാ? ചിലപ്പോ ആട്ടുകുട്ടിയാവോ? അവിടെ നിന്നാണല്ലോ ശബ്ദം കേട്ടെ. അങ്ങോട്ട് പോണോ? ചിലപ്പോ ആടിനെ കിട്ടിയാ എന്റെ വീരത്തെ എനിക്ക് തെളിയിക്കാം. ആടില്ലാതെ പോയി കഴിഞ്ഞാൽ നാണക്കേടാ. ഇത് ഭാസ്കരന്റെ തോട്ടം തന്നെയല്ലേ? എനിക്ക് വഴി മാറിയോ? ഒരു കുറ്റിക്കാട്ടിലെത്തിയ ഫീല്. ഇതുകൊണ്ടാണോ ഭാസ്കരന്റെ തോട്ടത്തിൽ ആരും വരാത്തെ? എന്തോന്നിത്? പുലി നടക്കുന്ന ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ദൈവമേ, ഇതിപ്പോ എവിടുന്ന് വന്നേ? എന്താ ചെയ്യാ? തിരിച്ചു പോണോ? അതോ ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയാൽ ചിലപ്പോ തിരിച്ചു പോകാനുള്ള വഴി മറക്കും. അതുകൊണ്ട് തിരിച്ചു പോയേക്കാം. അതെ, അതാ നല്ലത്. തിരിച്ചു പോകാം. ഇവിടുന്ന് പെട്ടെന്ന് പോയേക്കാം. അയ്യോ, ആരാ സംസാരിക്കുന്നേ? ഞാനെങ്ങനെ ഇവിടെ എണീക്കും? ഇനിയിപ്പോ വല്ല കാട്ടുവാസിയാണോ? എന്റെ ചുട്ട തിന്നോ? കാര്യം ചെയ്യാം, ചത്ത പോലെ കിടക്കാം. എന്നെ നടത്തി വെക്കേ. അയ്യോ, ഇങ്ങനെ നിലത്തോട്ട് എറിയാനല്ല പറഞ്ഞത്. ഇല്ല. അതെ, ഞാൻ വിചാരിച്ചു നീ വല്ല ആദിവാസിയാണെന്ന്. പിന്നെ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന കേട്ടപ്പോ മനസ്സിലായി നാട്ടിലുള്ളതാണെന്ന്. അല്ല, ഇവിടെ എന്താ പണി? ഞാൻ പറഞ്ഞു കൊടുക്കില്ല, നീ പേടിക്കണ്ട. നമുക്ക് തിരിച്ചു പോകാം. ഒരാട് മിസ്സായിട്ടുണ്ട്, അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ. അതെ, നീ കണ്ടായിരുന്നോ? ഇനി ഉള്ളിലോട്ട് പോണോ? അതെ, അറിയാം. ആ വഴി പോയാ മതി. നമുക്കിപ്പോ ആ വഴി അങ്ങ് പോകാം. ഇനി ഉള്ളിലോട്ട് പോണ്ട. ഓ, താങ്ക് യു. എന്നാ നമുക്ക് ആണ്ടിനെ കണ്ടുപിടിച്ചിട്ട് തന്നെ പോകാം. ഓ ഇല്ല, പറഞ്ഞു കൊടുക്കില്ല. എടാ ആടെ, നിന്നെ ആരാടാ വർത്തമാനം പറയാൻ പഠിപ്പിച്ചേ? എന്റെ പൊന്നമ്മച്ചി, ഞാൻ വർത്തമാനം പറഞ്ഞ ഇത്ര വലിയ കാര്യമായിരുന്നു? അതേടാ, ഞാൻ ആദ്യമായിട്ടാ ഒരു മൃഗം വർത്താനം പറയുന്ന കേൾക്കുന്നേ. എന്റെ പോത്തുകുട്ടനെയും കൂടെ നിന്നെ പോലെ വർത്താനം പറയിപ്പിക്കണം. എനിക്കൊരു ഐഡിയ പറഞ്ഞുതരുമോ? എന്റെ പൊന്നമ്മച്ചി, എന്നെ ഒന്ന് വെറുതെ വിട്. ഞാൻ യജമാനന്റെ അടുത്തോട്ട് പോയിക്കോട്ടെ. ഈയടി മോളെ. യജമാനനോ? ഇനി മുതൽ ഞാനാണ് നിന്റെ യജമാനൻ. ഒരു മഞ്ഞ മുടിയുള്ള ചെറുക്കൻ നിന്നെ അന്വേഷിച്ച് വന്നിരുന്നു. നിന്നെ കണ്ടിരുന്നോന്ന് ചോദിച്ച്. എന്റെ യജമാനൻ നിങ്ങളോട് വന്ന് ചോദിച്ചോ എന്നെ കുറിച്ച്? അപ്പൊ ഉറപ്പായും എന്റെ യജമാനൻ എന്നെ എവിടുന്ന് രക്ഷിക്കും. നോക്കിക്കോ. ഓലത്തു. അവരിപ്പോ ഭാസ്കരേട്ടനെ കാട്ടിന് കാണും. ഭാസ്കരേട്ടന്റെ കാടാ? ഭാസ്കരേട്ടന്റെ തോട്ടത്തിന്റെ അപ്പുറത്തൊരു കാടുണ്ട്. ആ കാട് മുഴുവൻ നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഓ, അവിടേക്കൊക്കെ എന്തിനാ അവരെ പറഞ്ഞയച്ച്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാ പോരായിരുന്നാ? ഈ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവര് നിന്നെ വന്ന് കൊണ്ടുപോയില്ലേ? പിന്നെ നിങ്ങളല്ലേ പറഞ്ഞേ നിങ്ങളെ പറമ്പിൽ ആരും വരാൻ പാടില്ലാന്നേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്നെ വെച്ചേക്കുന്നേ? തിരിച്ച് എന്റെ വീട്ടിൽ തന്നെ പൊക്കോളാം. അങ്ങനെ ഇപ്പൊ നീ തിരിച്ച് വീട്ടിൽ പോണ്ട മോളെ. ഇവിടെ തന്നെ നിന്നാ മതി. ഇനി മുതൽ ഞാനാണ് നിന്റെ യജമാനൻ, മനസ്സിലായോ? ഇല്ല അമ്മച്ചി, എനിക്ക് എന്റെ യജമാനനെ തന്നെ വേണം. എനിക്ക് എന്റെ വീട്ടിൽ പോണം. എന്റെ യജമാനന്റെ കൂടെ പറഞ്ഞു കൊടുക്ക് ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന്. പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്തേ?
നീ എന്നെ എന്നാ ചെയ്യുന്ന? മച്ചി, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. ഓ പിന്നെ, നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് എന്റെ പേരിൽ കേസ് ഫയൽ ചെയ്താ എന്ത് സംഭവിക്കാനാ? നീ ഒരാടല്ലേ, മനുഷ്യനൊന്നുമല്ലല്ലോ. ആനിമൽ റൈറ്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ച് അറിയില്ലേ? ഇത് പ്രകാരം നിങ്ങൾ അകത്താകും. ആടെ, നീ ഇതിനിടയ്ക്ക് സ്കൂളിലും പഠിച്ചിരുന്ന? നിനക്ക് എങ്ങനെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം? എന്നെ എന്റെ യജമാനൻ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ യജമാനൻ നിങ്ങളെ പോലെയുള്ളവരോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ഓർമ്മയില്ലാതെ സംസാരിച്ചു പോയി. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സത്യം പറ, അല്ലാണ്ട് നിങ്ങളുടെ പറമ്പിൽ ഞാൻ വന്നോണ്ടൊന്നുമല്ലല്ലോ. ഞാൻ സംസാരിക്കുന്നത് കൊണ്ടല്ലോ നിങ്ങളെ പിടിച്ചു വെച്ചേക്കുന്നേ. അമ്പടാ, മനുഷ്യന്റെ ബുദ്ധിയാലോ നിനക്ക്. എല്ലാം അങ്ങ് മനസ്സിലാക്കി കളഞ്ഞു. എന്റെ യജമാനൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യന്മാരൊക്കെ അത്യാഗ്രഹികളാണെന്ന്. എന്നാലും ഇത്രയും വിവരമുള്ള ആടോ? നീ ഉണ്ടല്ലോ ആളെ, എന്നെ അത്യാഗ്രഹിനൊന്നും വിളിച്ചു പോകരുത്. നിങ്ങൾ എന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്ന എന്തിനാന്നൊക്കെ എനിക്കറിയാം. എന്നെ കൊണ്ട് വിറ്റ് കാശാക്കാനല്ലേ? ആണെങ്കിലും അല്ലെങ്കിലും നിനക്കെന്താ? നിന്നോടാണ് എന്റെ പറമ്പിൽ വരാൻ പറഞ്ഞേ. അതുകൊണ്ടല്ലേ നിന്നെ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്നേ. കഷ്ടകാലത്തിന് നിങ്ങളുടെ വൃത്തികെട്ട പറമ്പിലേക്കൊന്ന് വന്നുപോയി. അത് തന്നെ വലിയ തെറ്റാണ് ചെയ്തത്. എന്റെ യജമാനൻ എന്നെ ആ കാട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും. അവ എന്റെ യജമാനന് ആ ഭാസ്കരയുടെ തോട്ടത്തിനപ്പുറത്ത് വലിയ കുറ്റിക്കാടാ കിടക്കുന്നേ. അവിടെ പല മൃഗങ്ങളുണ്ടാവും. നിന്റെ യജമാനന്റെ കാര്യം തീരുമാനമായി. ഇനി ഒരിക്കലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഇത്ര വലിയ ക്രൂരയാകാൻ പറ്റുന്നേ? നിങ്ങൾ ശരിക്കും മനുഷ്യനേക്കാളും വലിയ എന്തെങ്കിലും വൃത്തികെട്ട ജീവിയാണോ? എനിക്ക് അറിയാത്തതോട് ചോദിക്കുക. അതെ, ഞാൻ മനുഷ്യനല്ല, രാക്ഷസിയാണ്, രാക്ഷസി. അവ എന്റെ യജമാനൻ ഇപ്പൊ എന്നെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടാവും. എവിടെയാണെന്നാവോ എന്റെ യജമാനൻ.